ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശിലെ ബി.ജെ.പിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ശരിക്കും പുറത്തു വന്നിരിക്കുകയാണ്. യോഗി ആദിത്യനാഥ് യു.പി. മുഖ്യമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ബി.ജെ.പി. അധ്യക്ഷനായ ഭൂപേന്ദ്ര ചൗധരി ഇവർക്കെതിരെയാണ് വലിയ തോതിലുള്ള പടയൊരുക്കം ബി.ജെ.പിയിൽ ആരംഭിച്ചത്. മുൻപേ തന്നെ യോഗിയുടെ ഇത്തരത്തിലുള്ള ഏകാധിപത്യ നീക്കങ്ങൾക്കെതിരെയെല്ലാം വലിയ തോതിലുള്ള പ്രതിഷേധവും അതോടൊപ്പം തന്നെ അമർഷവും ബി.ജെ.പി. നേതാക്കൾക്കും അണികൾക്കും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കൂടുതൽ മറനീക്കി പരസ്യ പോരിലേക്ക് രംഗത്ത് എത്തിയിരിക്കുകയാണ്. പാർട്ടിയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഈ പടയൊരുക്കം എങ്ങനെ നിയന്ത്രിക്കുമെന്നറിയാത്ത വലിയൊരു പ്രതിസന്ധിയിലേക്ക് പാർട്ടി നേതൃത്വം മാറിയിട്ടുണ്ട്. ഭിന്നത അവസാനിപ്പിക്കാനായിട്ട് സംസ്ഥാന ഘടകം പുനഃസംഘടിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ഇപ്പോൾ പരിഗണിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ബി.ജെ.പിയിലെ യു.പിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. അവിടെ ബി.ജെ.പി. എന്ന് പറഞ്ഞാൽ യോഗിയാണെന്നുള്ള തരത്തിലായിരുന്നു പുറത്തെ മാധ്യമങ്ങളിലൂടെയെല്ലാം പുറം ലോകത്തേക്ക് ധരിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ബി.ജെ.പി. എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തിന് അവിടെ റോളും ഇല്ല, യാതൊരുവിധ റോളും ഇല്ലാതെ യോഗിയാണ് ഇവിടുത്തെ കാര്യങ്ങളിൽ എല്ലാം അവസാനമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നതോടുകൂടി ഇതിനെതിരെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നത്. അതോടൊപ്പം തന്നെ ബി.ജെ.പി. അധ്യക്ഷനായ ഭൂപേന്ദ്ര ചൗധരി കൃത്യമായിട്ടും യോഗിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായി മാറിയിരിക്കുന്നു. അല്ലാതെ ഒരു വിശാലമായ അർത്ഥത്തിലൊരു വിശാലമായ ഒരു അർത്ഥത്തിൽ കാണുന്ന ഒരു പാർട്ടിയുടെ നവീകരണമോ അല്ലെങ്കിൽ പാർട്ടിയുടെ വികസനമോ ഒന്നും ആയിരുന്നില്ല അവിടെ ലക്ഷ്യം വെച്ചിരുന്നത്. തികച്ചും യോഗിക്ക് വേണ്ടിയിട്ട് അടിമപ്പണി ചെയ്യുന്ന ഒരാളെ പോലെ പെരുമാറുന്ന ആളാണ് ഭൂപേന്ദ്ര ചൗധരി എന്നുള്ള വലിയ തോതിലുള്ള അമർഷം പാർട്ടി നേതാക്കൾക്ക് തന്നെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ വലിയ തോതിലുള്ള തോൽവി കൂടി വന്നതോടുകൂടി ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക്, ഈ പറഞ്ഞ ആക്ഷേപങ്ങൾ കൂടുതലായി തെളിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇതാണിപ്പോൾ യു.പിയിലെ പ്രധാനമായ പ്രശ്നം. എങ്ങനെയും ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഈ പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങളിൽ ഉടൻ നടപടി വേണം, അല്ലെങ്കിൽ അതിനകത്ത് കാര്യങ്ങളിൽ ഇടപെടണം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച അത്ര മുന്നേറ്റം നേടാൻ കഴിയാത്തതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാനുള്ള സന്നദ്ധത യു.പി. ബി.ജെ.പി. അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി നരേന്ദ്രമോദിനെ അമിത്ഷാനെയൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ അറിയിച്ചതിനകത്ത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ മുഴുവൻ മേഖല, കാരണം വെച്ചാൽ ഇവരുടെ ഒരു കേന്ദ്രം എന്ന രീതിയിൽ ബി.ജെ.പിയുടെ മെയിൻ ശക്തി കേന്ദ്രം എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് യു.പി. അപ്പോൾ യു.പിയിൽ ഇത്തരത്തിലുള്ള ബി.ജെ.പി. അധ്യക്ഷനൊക്കെ രാജിവെക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ നില, ബി.ജെ.പിയുടെ നില രാജ്യം മുഴുവൻ വല്ലാത്ത തോതിൽ പരിതാപകരമാകുമെന്നൊരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അത്തരത്തിലൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ രാജി സ്വീകരിക്കാത്തത്. നേരത്തെ യു.പി. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നദ്ദയുമായിട്ട് പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതായത് ഭൂപേന്ദ്ര ചൗധരിയെ മാറ്റി ഒ.ബി.സി. വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇപ്പോൾ അതിനുള്ള ഒരു ആലോചനയാണ് കേന്ദ്ര നേതൃത്വം നടത്തി വരുന്നത്. നിലവിലെ സംസ്ഥാന അധ്യക്ഷനായ ഭൂപേന്ദ്ര യാദവിനെതിരെ വലിയ തോതിലുള്ള അമർഷമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഭൂപേന്ദ്ര ചൗധരി എന്ന് പറയുന്ന വ്യക്തി ജാട്ട് സമുദായത്തിൽ നിന്നുള്ള അംഗമാണ്. 2022 ചൗധരിയെ ബി.ജെ.പി. അധ്യക്ഷനായിട്ട് യു.പിയിൽ നിയോഗിക്കുന്നത്. ഇതേസമയം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ ഉയരുന്ന എതിർപ്പ് വ്യക്തമാക്കിക്കൊണ്ടാണ് യു.പി. ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൗര്യ ഡൽഹിയിലെത്തിയിരിക്കുന്നത്. കാരണം ഈ പ്രശ്നങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ തീരേണ്ടതാണെങ്കിലും പക്ഷെ അവിടെ നിൽക്കാതെ കേന്ദ്ര നദ്ദയുടെ മുമ്പിലേക്ക് ഈ വിഷയങ്ങളെ കൂടുതൽ കൃത്യമതയോടുകൂടി എത്തിക്കാനാണ് കേശവ പ്രസാദ് മൗര്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ തോതിൽ യു.പിയിൽ മാത്രമല്ല, ഈ പറയുന്ന യോഗിക്ക് മാത്രമല്ല, യോഗിയുടെ നോമിനി എന്ന് പറയുന്ന ബി.ജെ.പി. അധ്യക്ഷനായ ബി.ജെ.പി. നേതാവായ അമിത്ഷായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെയും ലൈനപ്പാണ് യോഗി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടുകെട്ട്, ആ ഗ്രൂപ്പിനെ ഇത് വല്ലാതെ ബാധിക്കുമെന്നുള്ള വിവരങ്ങളും അവിടെ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2019 62 സീറ്റുകളുണ്ടായിരുന്നു ബി.ജെ.പിക്ക് ഈ പറയുന്ന യു.പിയിൽ. 2024 എത്തിയപ്പോൾ അത് 33 കുറഞ്ഞു എന്നുള്ളത് വളരെ ഭീകരമായ കണക്കാണെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയത് ശരിക്കും എത്തുമ്പോൾ ബി.ജെ.പി. തന്നെയായിരുന്നു വലിയ തോതിലും മുന്നേറ്റം. കഴിഞ്ഞ 2 തവണയും ബി.ജെ.പി. തന്നെയാണ് ഇവിടെ അധികാരത്തിലെത്തിയത്. 2027 അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുക. ഇനി 2 വർഷം കൂടിയുണ്ട്. 2025, 26, 27 തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതേസമയം പാർട്ടിക്കുള്ളിലെ
പടലപ്പിണക്കം പുറത്ത് അറിയുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് ശക്തമായ എതിർപ്പുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ യു പിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പുറത്തേക്ക് യോഗി എന്താണോ പറയുന്നത് അതിനപ്പുറം ആരും അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. എല്ലാ കാര്യങ്ങളും കൂടുതൽ ലൈവായി തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതിനെ വലിയ തോതിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര നേതൃത്വം. ഇതിൽ വലിയ തോതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്കിടയിൽ ഈ ഗ്രൂപ്പിസം തന്നെയാണ് ഇപ്പോൾ പ്രശ്നമാകുന്നതെന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ എങ്ങനെ ഇത്തരം പ്രശ്നങ്ങളെ അമർച്ച ചെയ്യാമെന്നുള്ള കാര്യത്തിലും വലിയ തോതിലുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘടനയിൽ സമ്പൂർണ്ണമായ ഒരു അടിച്ചുപണി നടത്തി പുറത്തു വരുന്ന വാർത്തകളെയും വിഭാഗീയതയും ചെറുക്കാനാണ് ഇപ്പോൾ BJP നേതൃത്വം ശ്രമിച്ചു വരുന്നത്. എങ്ങനെയെങ്കിലും പൂർണ്ണമായിട്ട് ഇത്തരത്തിലുള്ള നേതൃത്വത്തിലുള്ള ആളുകളെ മൊത്തത്തിൽ ഒഴിവാക്കിക്കൊണ്ട് ഒരു വലിയ തോതിലുള്ള പുനഃസംഘടന, കാരണം ഞങ്ങൾക്ക് അനുകൂലം കേന്ദ്ര നേതൃത്വത്തിന് അനുകൂലമായ അല്ലെങ്കിൽ ഇത്തരത്തിൽ അനുകൂലമായ ആളുകളെ മാത്രം പ്രതിഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഈ സമയം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പരോക്ഷ വിമർശനം വലിയ തോതിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് പരോക്ഷമാണെന്ന് പറയുമ്പോൾ ഇത് മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ പുറത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ സർക്കാരിനേക്കാൾ വലുതാണ് സംഘടനയെന്നും സംഘടനയേക്കാൾ വലുതായി ആരുമില്ലെന്നും കഴിഞ്ഞ ഞായറാഴ്ച പാർട്ടിയുടെ നടന്ന യോഗത്തിൽ മൗര്യ പറഞ്ഞിരുന്നു. ഇത് യോഗിയെ തന്നെ ലക്ഷ്യമിട്ടാണ്. കാരണം വെച്ചാൽ അവിടെ ഒരു സൂപ്പർ മുഖ്യമന്ത്രി ചമഞ്ഞുകൊണ്ട് BJPയുടെ മുകളിലൂടെയാണ് UP മുഖ്യമന്ത്രിയായ ആദിത്യനാഥിൻ്റെ പ്രവർത്തനം എന്നുള്ളതിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മൗര്യ ഈ കാര്യം ഞായറാഴ്ചത്തെ പാർട്ടി യോഗത്തിൽ പറഞ്ഞതെങ്കിലും പുറത്തേക്ക് വന്നത് വലിയ തോതിലുള്ള വിഷയങ്ങൾ BJPയിലെ UP നേതൃത്വത്തിൽ നടക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വന്നത്. ഈ സമയം BJPയിലെയും സർക്കാരിലെയും പടലപ്പിണക്കം പ്രതിപക്ഷം രാഷ്ട്രീയം ആയുധമാക്കിക്കോട്ടെ അങ്ങനെയും കൂടെ മാറ്റുന്നതോടുകൂടി ഇവരുടെ നില കൂടുതൽ പരിങ്ങലിലാവുന്ന ഒരവസ്ഥ ആകുന്നുണ്ട്. സർക്കാരിനുള്ളിലെ ചേരിതിരിവ് മൂലമാണ് സംസ്ഥാനത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണെന്ന് സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. BJP നേതാക്കൾ പരസ്പരം പോരടിക്കുകയാണെന്നും അഴിമതിയെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയാമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. ശക്തമായ പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിയുടെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും BJPയുടെ കേന്ദ്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് എന്ന് അവകാശപ്പെടുന്ന UPയിലായിരുന്നു. UPയിൽ സീറ്റെല്ലാം നഷ്ടപ്പെട്ട് 33ലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. ഇവിടെയാണ് ഇപ്പോൾ കൃത്യമായിട്ട് അഖിലേഷ് വലിയ തോതിലുള്ള യുദ്ധം തുടങ്ങി വച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ BJPക്കെതിരെ ശക്തമായ പടനീക്കം തന്നെയാണ് ഉള്ളിലും പുറത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയിൽ ആഭ്യന്തര കലഹമുണ്ടെന്ന ആരോപണം BJP തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം അവരെ ഏതായാലും അംഗീകരിക്കാൻ പോകുന്നില്ല, അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. രാജ്യത്തും സംസ്ഥാനത്തും BJPയുടെ സർക്കാരുകളും സംഘടനകളും ശക്തമാണെന്ന് കഴിഞ്ഞ ദിവസം മൗര്യ ട്വീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇത് ട്വീറ്റ് ആണെങ്കിൽ പോലും ഇത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റായി സോഷ്യൽ മീഡിയ വന്നുവെങ്കിൽ പോലും യാഥാർത്ഥ്യം ജനങ്ങൾ അവിടെ മനസ്സിലാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. UPയിൽ SPയുടെ ഗുണ്ടകളുടെ ഭരണത്തിൻ്റെ തിരിച്ചുവരവ് അസാധ്യമാണ്. 2027 സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ BJP 2017 ആവർത്തിക്കും എന്നാണ് മൗര്യ ട്വീറ്റ് ചെയ്തത്. ഏതായാലും പ്രസ്താവനകൾ ഇറക്കുന്നതിന് സോഷ്യൽ മീഡിയയിൽ നിരത്തുന്നതിന് ആർക്കും വലിയ പഞ്ഞൊന്നുള്ള കാര്യങ്ങളിലൊക്കെ വലിയ പൈസ മുടക്കില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തും ആകാം, പക്ഷേ യാഥാർത്ഥ്യം ഒത്തിരി അകലെയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയം അമിത ആത്മവിശ്വാസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പരാജയപ്പെടുത്തിയതെന്നാണ് സംസ്ഥാന BJP യോഗത്തിൽ മുഖ്യമന്ത്രി ആദിത്യനാഥ് പറഞ്ഞത്. കാരണം തോൽവിയെ ന്യായീകരിക്കുന്ന നിലപാടാണ് അവിടെ യോഗിയായ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. 2014 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ലഭിച്ച അതേ ശതമാനം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ വോട്ടുകളുടെ വ്യതിയാനവും അമിത ആത്മവിശ്വാസവുമാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടാനുള്ള കാരണമെന്നുമാണ് ഈ യോഗി ആദിത്യനാഥ് സംഭവത്തിൽ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തോറ്റു എന്നുള്ള വസ്തുത വളരെ സിംബോളിക്കായിട്ട് പറയുക അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് പറയുമ്പോൾ സ്വന്തം കാര്യങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് മാത്രമേ ഇവർക്ക് പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറങ്ങുന്നതെന്നാണ് പ്രതിപക്ഷത്തുള്ളൊരു അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലെ വിമത ശബ്ദങ്ങളും ഇപ്പോൾ പുറത്തേക്ക് പറയുന്നത്. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ശക്തമാക്കാൻ പാർട്ടി പ്രവർത്തകരുടെ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ യോഗി ഇത്രയൊക്കെ ആഹ്വാനം ചെയ്താൽ പോലും ഈ ബുൾഡോസർ രാജ്യവും പൂർണ്ണമായ കാവ്യവൽക്കരണമൊന്നും അവിടുത്തെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള തെളിവാണ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ 60-ൽ നിന്ന് 33ലേക്ക് കൂപ്പുകുത്താൻ കാരണമാക്കിയത്. ഇത്തരത്തിലുള്ളൊരു തിരിച്ചറിവ് കേന്ദ്ര നേതൃത്വത്തിനും കൂടി വന്നിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം മറ്റൊരു ഗതിയാകുമായിരുന്നു. കാരണം വളരെ സുസ്ഥിരമായ സംവിധാനത്തിലൂടെ പൂർണ്ണമായ വികസന പ്രക്രിയകളെ ഊന്നിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടക്കുക. അല്ലാതെ വർഗീയതയും വിദ്വേഷവും വമിപ്പിക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഒരിക്കലും ജനാധിപത്യ സമൂഹത്തിൽ അതിനൊന്നും സ്ഥാനമില്ല എന്ന് തെളിയിക്കുന്നതാണ് നടക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് ഏറ്റുകൊണ്ടിരിക്കുന്ന അടിയുടെ കാരണം. ഇപ്പോൾ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി സഖ്യങ്ങളിൽപ്പെട്ട പാർട്ടികൾ വലിയ തോതിലുള്ള തേരോട്ടവും മുന്നേറ്റവുമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും BJPയെ തന്നെ വെട്ടിലാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്.
ഏതായാലും ഉത്തർപ്രദേശ് നല്ലൊരു പാഠമായിക്കൊണ്ട് തന്നെ BJP മുന്നോട്ട് വരണം എന്നുള്ള അഭിപ്രായം പല ഘടകങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിലും ഇവർക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല. കാരണം തമ്മിലടിയും കുതികാൽ വെട്ടും ഒഴിവാക്കിക്കൊണ്ട് BJPക്ക് ഒരു ജീവിതമില്ല മക്കളെ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.